പാർട്ടി വെയർ ഒക്കെ ഇട്ടിട്ട് കടയിൽ ഗിഫ്റ്റ് നോക്കാൻ വന്നിട്ട് ജങ്ങട്ടാടി കല്യാണത്തിന് വന്നാണെന്ന് ചോദിക്കണ്ട. ഞാനൊരു നിക്കാഹ് കഴിഞ്ഞ് നേരെ ഷോപ്പിലോട്ട് വന്നതാണ്. അപ്പൊ ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ബർത്ത്ഡേ ആയിട്ട് ഞാൻ കാലിക്കറ്റക്ക് തിരിച്ചു പോകുന്നതിന് മുന്നേ ഓനക്കൊരു ഗിഫ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ കാലിക്കറ്റക്ക് കൊണ്ടാക്കാൻ വന്ന വീഡിയോയിൽ ഓനുണ്ടായിട്ട് കുറെ പേര് നെഗ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ബെസ്റ്റിയെ കിട്ടിയപ്പം ബോയ് ഫ്രണ്ടിനെ ഒഴിവാക്കിയോടിന്ന് ഒരിക്കലും ഇല്ല കേട്ടോ. എന്റെ പാർട്ട്ണർ എന്റെ കൂടെ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ വാല്യൂ കൊടുക്കുന്നതാണ് എന്റെ ഫ്രണ്ട്ഷിപ്പിനും. ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് ഒരു പെൺകുട്ടി തന്നെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കിട്ടണം എന്നില്ല കേട്ടോ. ചിലപ്പോൾ ഒരു ആൺകുട്ടി ആവാം നമുക്ക് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കിട്ടുന്നുണ്ടാവാം. അങ്ങനെ എന്റെ ലൈഫിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ ഉവൈസ് എന്ന് പറയുന്നത്. ഞങ്ങൾ തമ്മിൽ അത്രയും അടിപൊളി ഫ്രണ്ട്ഷിപ്പ് ആണുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഞങ്ങളെ രണ്ടാളെ ഫോട്ടോ ഒരു ഫ്രെയിം ആയിട്ട് കൊടുക്കാന്നുള്ളതാണ്. അതാകുമ്പോൾ ഒരു മെമ്മറി ആണല്ലോ, ലൈക്ക് കേട് വരില്ല എന്നും എടുത്തേക്കാൻ ചെയ്യാം. അപ്പൊ രാത്രി ഞാൻ പോകുന്നതിന് മുന്നേ അവനെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിത് അത് കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ പെട്ടെന്ന് ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് തന്നെ അവനെ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ആള് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇമോഷണൽ ആയിട്ടോ. നിങ്ങൾ ലൈഫിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന ഒരു പേഴ്സൺ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ അൺഎക്സ്പെക്ടഡ് ഫ്രണ്ട്ഷിപ്പ് കിട്ടിക്കണോ എന്നുള്ളത് കമന്റ് ഇടണേ.